ഒന്നര മാസം മുമ്പായിരുന്നു മലപ്പുറം തിരൂർ ആദവനാട് മേഖലയിലെ പ്രദേശവാസിയായിട്ടുള്ള കബീറിൻ്റെ മകൾ 17 വയസ്സുള്ള മകൾ പ്രതീക്ഷിതമായിട്ട് മരിക്കുന്നത്. വീട്ടിൽ വെച്ച് തൂങ്ങി മരിച്ച നിലയിലായിരുന്നു കാണപ്പെട്ടിരുന്നത്. ആ ഒരു വിയോഗത്തെ തുടർന്ന് വലിയ ദുഃഖത്തിലായിരുന്നു, പ്രയാസത്തിലായിരുന്നു ആ ഒരു കുടുംബം ഉണ്ടായിരുന്നത്. ആ മരണവുമായി ബന്ധപ്പെട്ട് വ്യാപകമായിട്ടുള്ള വ്യാജ പ്രചാരണമാണ് പിന്നീട് സമൂഹ മാധ്യമങ്ങളിലും സമൂഹത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്നും ഉണ്ടായത്. അതിൽ വലിയ പ്രയാസമാണ്, ദുഃഖമായിരുന്നു ആ കുടുംബം നേരിട്ടിരുന്നത്. ഇപ്പോഴും ആ ഒരു ദുഃഖത്തിൽ തന്നെയാണ് കുടുംബമുള്ളത്. ആ ഒരു കുട്ടി പീഡനം നേരിട്ടു എന്ന രീതിയിലുള്ള കുപ്രചരണങ്ങളായിരുന്നു ഒരു വിഭാഗം നടത്തിയിരുന്നത്. ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ഈ വ്യാജ പ്രചാരണം നടത്തിയ ആളുകൾക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടാണ് ഇപ്പോൾ ഈ ഒരു കബീറും കുടുംബവും DGPക്ക് പരാതി നൽകിയിരിക്കുന്നത്. കബീർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. എന്തായിരുന്നു സംഭവം? പിന്നീട് ആരായിരുന്നു ഇത്തരം പ്രചാരണങ്ങൾ നടത്തിയത്? എന്തായിരുന്നു പ്രചാരണം? മരണവുമായി ബന്ധപ്പെട്ടിട്ട് കഴിഞ്ഞ 24-ാം തീയതിയിലാണ് മരണം സംഭവിച്ചത്. സുമാർ ഒരു 7 മണിക്കാണുള്ളത്. ആ കുട്ടിയെ ഞാൻ ഹോസ്പിറ്റലിൽ എത്തിച്ചു. അവിടുന്ന് മിംസ് ഹോസ്പിറ്റലിലാണ് ആദ്യം ആദര ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടുന്ന് മിംസ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് അവിടെ നിന്നാണ് മരണം സ്ഥിരീകരിച്ച് അവിടെ എത്തിയപ്പോൾ തന്നെ മരണം സംഭവിച്ചിരുന്നു. അപ്പോൾ ആ മരണം കഴിഞ്ഞതിന് ശേഷം എൻ്റെ കുട്ടിയുടെ മയ്യത്ത് ആ ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് തന്നെ പല ആളുകളും എൻ്റെ കുട്ടി ഗർഭിണിയായിരുന്നു എന്നുള്ള രൂപത്തിലുള്ള പ്രചരണങ്ങളാണ് നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാനത് പോലീസ് അന്വേഷിച്ച് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞതിന് ശേഷം പോലീസ് എന്നോട് പറഞ്ഞ അങ്ങനെ യാതൊരു പീഡനങ്ങളും ആ കുട്ടിക്ക് സംഭവിച്ചിട്ടില്ല. അതായത് കുട്ടി മരിച്ചു കിടക്കുന്ന പ്രയാസത്തിൽ നിങ്ങൾ നിൽക്കുന്ന സമയത്ത് തന്നെ ഒരു വിഭാഗം ആളുകൾ ഇത്തരം പ്രചാരണം നടത്തിയിരുന്നു. ആ സമയത്ത് ഖബറടക്കം നടക്കുന്നതിൻ്റെ മുമ്പ് തന്നെ നമുക്ക് ആ വിവരങ്ങൾ ഇവിടെ പുറത്തുനിന്ന് നമ്മളോട് ഓരോരുത്തർ വന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളെ ബന്ധപ്പെട്ട ആളുകളും സ്നേഹിതന്മാരും, കാരണം അവർ മാനസികമായിട്ട് അവരൊരു പ്രയാസം കൊണ്ടാണ് അവരെന്നോട് ഇത് ചോദിച്ചത്. അപ്പോൾ അത് അത്രയും വലിയ പ്രചരണങ്ങൾ മരിച്ച പാടന്നെ നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ മറ്റേ ഇൻസ്റ്റഗ്രാമിൽ വ്യാജ അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് അതിലൂടെയും പ്രചരിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഇതൊക്കെ നമ്മൾ മാനസികമായിട്ട് എൻ്റെ കുട്ടി മരിച്ചൊരു മാനസികമായിട്ടുള്ള പ്രയാസത്തിലിരിക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള പ്രചരണം കൂടി ആയി നോക്കുമ്പോൾ വളരെ അങ്ങേയറ്റം ഞാനും എൻ്റെ കുടുംബവും വളരെ പ്രയാസപ്പെട്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ അതിന് കുറേ വൈകിയതിൻ്റെ ശേഷമാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കയ്യിൽ കിട്ടിയത്. ആ വ്യക്തമായിട്ടുള്ളൊരു റിപ്പോർട്ട് കയ്യിൽ കിട്ടിയതിൻ്റെ ശേഷമാണ് ഞാൻ ഈ റിപ്പോർട്ട് ജനങ്ങളിലൊന്ന് എത്തിക്കുക എന്നുള്ളൊരു ആ മാനസിക പ്രയാസം ജനങ്ങൾ അറിയണത് സത്യം എന്താണെന്നുള്ളത് ജനങ്ങളിൽ എത്തിക്കുക എന്നുള്ളൊരു ഉദ്ദേശമാണ് എൻ്റെ അടുത്തുണ്ടായിരുന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കൃത്യമായിട്ട് അത്തരം സംഭവം ഉണ്ടായിട്ടില്ല. കുട്ടി പീഡിപ്പിക്കപ്പെട്ടതോ ഗർഭിണിയായതോ അത്തരം സംഭവങ്ങളൊന്നും ഇല്ലാന്ന് തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പറയും. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അങ്ങനെ യാതൊന്നും എൻ്റെ കുട്ടിക്ക് സംഭവിച്ചിട്ടില്ല. അങ്ങനെ പീഡനമോ കാര്യങ്ങളോ ഒന്നും ആ കുട്ടി അത്രയും വളരെ പ്രൈവറ്റാണെന്നുള്ളത് ഡോക്ടർമാർ എന്നോട് പറഞ്ഞിട്ടുണ്ട്. മറ്റേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ എഴുതിയിട്ടുണ്ട്. ഞാൻ ഡോക്ടർമാരോട് ചോദിച്ചു, പോലീസ് ഇതിൻ്റെ മുമ്പേ തന്നെ സ്ഥിരീകരിച്ചു അങ്ങനെ സംഭവം ഇല്ല എന്നുള്ളത്. അപ്പോൾ ആ നിലയ്ക്ക് നമ്മളിത് കഴിഞ്ഞതിന് ശേഷം ഈ പ്രചരണവുമായി ബന്ധപ്പെട്ട് ഞാൻ എൻ്റെ കുടുംബം വളരെ മാനസികമായിട്ട് പ്രയാസത്തിലാണ്. അതിന് ശേഷമാണ് വ്യാജ നിർമ്മിച്ചുകൊണ്ട് ഇൻസ്റ്റഗ്രാമിൽ വ്യാജ അക്കൗണ്ട് ഉണ്ടാക്കിക്കൊണ്ട് പ്രചരിപ്പിച്ച് 2 ലക്ഷത്തോളം ആളുകളത് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെതിരെ ഞാൻ DGPക്ക് ഒരു പരാതി കൊടുത്തിട്ടുണ്ട്. മകൻ തന്നെ ഒരു മെയിൽ അയച്ചിട്ടുണ്ട്. അപ്പോൾ വിളിപ്പിച്ചിരുന്നു പോയിരുന്നു എത്രയും പെട്ടെന്ന് അവരെ കണ്ടെത്താം, പ്രതികളെ കണ്ടെത്താമെന്നുള്ള പറഞ്ഞിട്ടുണ്ട്, കുറ്റവാളികളെ കണ്ടെത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതൊക്കെയോ കേന്ദ്രങ്ങളാണ് ഇത്തരം പ്രചാരണം നടത്തിയതല്ല? നിങ്ങൾക്ക് അറിയുന്ന ആളുകൾ പോലുമല്ല ഈ ഇൻസ്റ്റഗ്രാമിൽ ഉൾപ്പെടെ ഇങ്ങനെ പ്രചരിപ്പിച്ചത്? അല്ലല്ല, നമുക്കറിയുന്ന ആളുകളല്ല. അതാരാണ് എന്താണെന്നുള്ള അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പരാതി കൊടുത്തിട്ടുള്ളത്. കാരണം ഇത് മാനസികമായിട്ട് പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണല്ലോ. എനിക്ക് എൻ്റെ കുടുംബവുമായി ബന്ധപ്പെട്ട് നമ്മളെ ഒരു തെറ്റിദ്ധാരണയിൽ എല്ലാവരും ഇത് കണ്ടിരിക്കുമല്ലേ. മരണം സംഭവിച്ച ഉടനെ തന്നെ ഇത്തരം പ്രചാരണങ്ങൾ ഉണ്ടായ സമയത്ത് തന്നെ കബീറും കുടുംബവും ഇത് പല ആളുകൾ വന്ന് ചോദിച്ച സമയത്ത് പറഞ്ഞിരുന്നു അത്തരം ഒരു സംഭവം, പീഡനമോ അല്ലെങ്കിൽ കുട്ടി ഗർഭിണിയോ അത്തരം സംഭവങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. മരിച്ച് ആ ഒരു വിഷമത്തിൽ നിൽക്കുന്ന കുടുംബം അത് വിശദീകരിക്കേണ്ടി വരുന്ന അവരുടെ നിസ്സഹായാവസ്ഥ നമുക്ക് പറയാൻ സാധിക്കാത്തതാണ്. സ്വാഭാവികമായിട്ട് അത് പറഞ്ഞ് വിശ്വസിക്കാത്ത ആളുകൾക്ക് വേണ്ടിയുള്ള ഒരു പോരാട്ടത്തിനൊടുവിൽ ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കയ്യിൽ കിട്ടി. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വളരെ കൃത്യമായിട്ട് അത്തരം സംഭവങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ലെന്ന് അടിവരയിട്ട് പറയുന്നുണ്ട്. പക്ഷെ ഇപ്പോഴും ഈ പ്രചാരണം നടത്തുന്ന ആളുകൾ അത് തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ പ്രചരണം നടത്തുന്ന ആളുകൾക്ക് തുടർന്നുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ ഇങ്ങനെ ഒരു മാനസിക പ്രയാസത്തിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടിയിട്ട് മറ്റുള്ളവർക്ക് സത്യം എന്താണെന്നുള്ളത് ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇത്തരം വെയിറ്റ് ചെയ്താൽ കിട്ടി. അഭിപ്രായമാണ് ഞങ്ങൾ ഈ റിപ്പോർട്ട് ഞാൻ സമർപ്പിക്കുന്നത്. എന്തായാലും കുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട് വളാഞ്ചേരി പോലീസിൻ്റെ അന്വേഷണം ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. ആ ഒരു അന്വേഷണത്തെ ഉൾപ്പെടെ ബാധിക്കുന്ന രീതിയിലായിരുന്നു ഒരു കേന്ദ്രം സമൂഹ മാധ്യമങ്ങളിലാണെങ്കിലും ഇവർ താമസിക്കുന്ന സമൂഹത്തിലാണെങ്കിൽ പോലും ചില കേന്ദ്രങ്ങൾ ഇത്തരത്തിലുള്ള പ്രചാരണങ്ങൾ ഏറ്റെടുത്ത് അത് വ്യാപകമായി പ്രചരിപ്പിച്ചിരുന്നു. അത് കുടുംബത്തെ വലിയ ആഴ്ത്തിയിരുന്നു. അതിനൊടുവിലാണ് ഈ ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിക്കുന്നത്. അതിൽ വളരെ കൃത്യമായിട്ടും അത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടില്ലെന്ന് അടിവരയിട്ട് പറയുന്നു. ആ കുടുംബം അഭ്യർത്ഥിക്കുകയാണ് ഇത്തരം പ്രചാരണം നടത്തുന്ന ആളുകളോട്, ഇനി അത്തരം പ്രചാരണം നടത്തരുത്. തങ്ങളുടെ പ്രിയപ്പെട്ട മകൾ വിട്ടുപോയതിൻ്റെ വിഷമമുണ്ട്, അതിന് മീതെ വലിയ വിഷമമുണ്ടാക്കുന്നതാണ് ഇത്തരത്തിലുള്ള പ്രചാരണങ്ങൾ എന്നുള്ളതാണ് കുടുംബം പറയുന്നത്. DGPക്കാണ് ഇപ്പോൾ പരാതി കൊടുത്തിട്ടുള്ളത്. അല്ലേ, നിങ്ങളുടെ ആവശ്യം ഈ പ്രചാരണം നടത്തിയ ആളുകളെ പിടികൂടുക എന്നുള്ളതാണ്. വ്യാജ അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് ഇൻസ്റ്റഗ്രാമിൽ വ്യാജ അക്കൗണ്ട് ഉണ്ടാക്കിയാണ്ട് പ്രചരണം നടത്തിയിട്ട് 2 ലക്ഷം ആളുകൾ അത് കണ്ടിട്ടുണ്ട്.
അപ്പോൾ അതിൻ്റെ അത് ആരാച്ചെങ്കിൽ ആളെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് ഞാൻ DGP കൊടുത്തിട്ടുണ്ട്, പരാതി കൊടുത്തിട്ടുണ്ട്. സംഭവവുമായി ബന്ധപ്പെട്ട് ഇത്തരം ആദ്യമൊക്കെ ഒരു പരാതി ഞാൻ സമർപ്പിച്ചിട്ടുണ്ട്. ആ പരാതിയിൽ എന്താ പറയുക? ബന്ധപ്പെട്ട ആ പരാതിയിൽ ഞാൻ അന്വേഷിച്ച് നോക്കും പുറത്തുനിന്ന് കിട്ടിയ വിവരങ്ങൾ ഈ കുട്ടീനെറ്റ് ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയുമായുള്ള ബന്ധം. അപ്പോൾ ഈ കുട്ടി സാധാരണ സ്വാഭാവികമായിട്ട് ഇന്നത്തെ കാലത്ത് ക്ലാസ്മേറ്റുകൾ തമ്മിലുള്ള ഒരു ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ട് എന്നുള്ള രൂപത്തിലുണ്ടാവും. പക്ഷേ ഈ പയ്യൻ്റെ വീട്ടുകാരും സഹോദരിയും ഈ കുട്ടീനെ പറ്റി നല്ല ബന്ധമുണ്ടെന്നുള്ള വിവരം കിട്ടിയിട്ടുള്ളത്. ആ ഭാഗം അന്വേഷിക്കാൻ ഞാൻ പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കൃത്യമായിട്ട് അന്വേഷിച്ചു. പോലീസ് അന്വേഷിക്കട്ടെ എന്ന് പോലീസ് അന്വേഷിക്കും. അത് കൃത്യമായിട്ട് അന്വേഷിച്ചിട്ട് കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഇപ്പോൾ ഞാൻ ഇരിക്കുന്നത്. തീർച്ചയായും കുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട് പോലീസിൻ്റെ അന്വേഷണം നടക്കട്ടെ. അതേസമയം ഈ പ്രചാരണം നടത്തിയ ആളുകളെ പോലീസ് അടിയന്തരമായി പിടികൂടണമെന്നൊരു ആവശ്യമാണ് കുടുംബം മുന്നോട്ട് വെക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് ഷഫീഖ് അരുളായിക്കൊപ്പം റിപ്പോർട്ടർ മുബഷർ പി അക്ബർ, ഇൻ റിപ്പോർട്ടർ തിരൂർ.